വേദിയിലേക്ക് കയറിയിരിക്കണമെന്ന് അറിയിക്കുകയാണ്. കയറിയിരിക്കാനാണ്. ആലപിക്കുന്നതിന് വേണ്ടി പ്രസിദ്ധ ഗായിക ശോഭ മുണ്ടുപറമ്പിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, കോവിഡ്-19 പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാകെ മാതൃകയായ തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സത്യപ്രതിജ്ഞ ചടങ്ങാണ് ഇവിടെ ഏതാനും സമയത്തിനകം നടക്കാൻ പോകുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ എല്ലാവിധത്തിലുമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. യാതൊരുവിധ ആശങ്കയുമില്ലാതെ നമ്മൾ ആ തെരഞ്ഞെടുപ്പിനെ വീറും വാശിയോടും കൂടി നേരിടുകയും
ഉന്നത വിജയം കൈവരിച്ച് വരുന്ന 5 വർഷക്കാലത്തേക്ക് കേരളത്തിന്റെയും നമ്മുടെ നഗരസഭയുടെയും ഇവിടെ എത്തിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, നമ്മുടെ നഗരസഭയുടെ മുൻ ചെയർപേഴ്സൺ ശ്രീമതി ജമീല ടീച്ചർ ഉൾപ്പെടെയുള്ള ചെയർമാൻമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിൽ അംഗങ്ങൾ, ദൃശ്യമാധ്യമ പ്രവർത്തകർ, വിവിധ സംഘടനകളിൽ നിന്നും എത്തിയിട്ടുള്ള വിശിഷ്ടങ്ങളായ വ്യക്തിത്വങ്ങൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാക്കന്മാർ, വ്യാപാരി വ്യവസായി സമിതിയുടെ നേതാക്കന്മാർ, യുവജന വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ, മാധ്യമ സുഹൃത്തുക്കൾ, നഗരസഭയുടെ വിവിധ തരത്തിലുള്ള നിർവഹണ ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോൾ തെരഞ്ഞെടുത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങിലെത്തിയിട്ടുള്ള നമ്മുടെ ആദരണീയായ ജനപ്രതിനിധികൾ, എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് അറിയാവുന്നതുപോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ജനപ്രതിനിധികളായി. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് തുടർച്ചയായി പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന ഭാരിച്ച ഉത്തരവാദിത്വമാണ് നമ്മുടെ ജനപ്രതിനിധികൾക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഇന്ത്യയിലാദ്യമായി കേരളത്തിൽ നമുക്ക് അറിയാവുന്നതുപോലെ കില എന്ന് പറയുന്ന സ്ഥാപനം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് നമ്മുടെ എല്ലാവിധത്തിലുമുള്ള ചെയർപേഴ്സൺ, അതുപോലെ തന്നെ വൈസ് ചെയർമാൻമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവരുടെ തെരഞ്ഞെടുപ്പിന് ശേഷം ഏതാനും ദിവസത്തിനകം 4 ദിവസം നീണ്ടു നിൽക്കുന്ന ബൃഹത്തായ ഒരു പഠന പരിപാടി കില സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഈ കോവിഡിന്റെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ, സാമൂഹ്യ നീതി, സ്ത്രീ ശാക്തീകരണവും ലിംഗനീതിയും എന്നുള്ള വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കേരളം മാറുകയാണ്. ആ നിലയിൽ അതൊക്കെ തന്നെ നമ്മുടെ ജനപ്രതിനിധികൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നാടിന്റെ വികസനത്തിന് എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും സഹകരണം നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ പേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ പുതുതായികൾ ഒരു അഭിനന്ദന കത്ത് തയ്യാറാക്കി കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ഓരോ ജനപ്രതിനിധിക്കും കൈമാറുന്ന ചടങ്ങ് കൂടിയുണ്ട്. അതും ഇതിന്റെ ഭാഗമായി നടക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി മലപ്പുറം നഗരസഭയ്ക്ക് വേണ്ടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങ് നിയന്ത്രിക്കുന്നതിനും തുടർ നടപടി സ്വീകരിക്കുന്നതിനും ബഹുമാനിയായ റിട്ടേണിംഗ് ഓഫീസർ ശ്രീമതി സബിത മാഡത്തെ ക്ഷണിക്കുന്നു. മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട അബ്ദുൽ ഹമീദ് പരി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അല്ലാഹുവിന്റെ നാമത്താൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നമ്മുടെ കൌൺസിലിലെ ഏറ്റവും മുതിർന്ന അംഗമായ 33-ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഹമീദ് പരി എന്നിവരാണ്. അടുത്തത് 1-ാം വാർഡ് പടിഞ്ഞാറേമുക്ക് ബിന്ദു രവികുമാർ. മലപ്പുറം മുനിസിപ്പൽ കൌൺസിലിലെ 1-ാം വാർഡ് കൌൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ബിനു രവികുമാർ എന്ന ആമിന അഷറഫ്. മലപ്പുറം മുനിസിപ്പൽ കൌൺസിലിലെ 2-ാം വാർഡിൽ നിന്നും
കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട പാറച്ചോടൻ ആമിന അഷ്റഫ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട 3-ാം വാർഡ് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട AP ശിഹാബ് എന്ന ഞാൻ നിയമാനുസരണം മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ നാലാം വാർഡിൽ നിന്ന് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ഫാത്തിമ സൂറ എന്ന ഞാൻ മുനിസിപ്പൽ കൗൺസിലിലെ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 5-ാം വാർഡിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട CK സഹീർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട O സഹദേവൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി ആദരവോടും ക്ഷണിക്കുന്നു. മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 7-ാം വാർഡിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട സുഹൈൽ ഇടവൈക്കൽ എന്ന ഞാൻ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 8-ാം വാർഡിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ജുമൈല ജലീൽ എന്ന ഞാൻ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 9-ാം വാർഡിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട റിനു സമീർ KT എന്ന ഞാൻ നിയമാനുസരണം മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 10-ാം വാർഡ് കരുവാളയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട രത്നം V എന്ന ഞാൻ കൗൺസിലിലെ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 11-ാം വാർഡ് 3-ാം പടിയിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട KV ശശികുമാർ എന്ന ഞാൻ മുനിസിപ്പൽ കൗൺസിലിലെ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 12-ാം വാർഡ് കാവുങ്ങലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ജയശ്രീ രാജീവ് എന്ന ഞാൻ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 13-ാം വാർഡിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ജംഷീന ഉരുണയംപറമ്പിൽ എന്ന ഞാൻ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 14-ാം വാർഡിൽ നിന്നും കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കിളിയമ്മണ്ണിൽ മിസ്ന എന്ന ഞാൻ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 15-ാം വാർഡിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ഐഷാവി CP എന്ന ഞാൻ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട P ഷബീർ അലി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ മുനിസിപ്പൽ കൗൺസിലിലെ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 17-ാം വാർഡ് ചെറാട്ടുകുഴിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട KT രമണി എന്ന ഞാൻ നിയമാനുസരണം മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 18-ാം വാർഡിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട C സുരേഷ് മാസ്റ്റർ എന്ന ഞാൻ മുനിസിപ്പൽ കൗൺസിലിലെ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട KPA ഷെരീഫ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട PK സക്കീർ ഹുസൈൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കി മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 21-ാം വാർഡ് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട CH നൌഷാദ് എന്ന ഞാൻ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മഹമ്മൂദ് കോതേങ്ങൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കി മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 23-ാം വാർഡ് വലിവരമ്പിൽ നിന്നും കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കൊന്നാല ഫൗസിയ കുഞ്ഞിപ്പു എന്ന ഞാൻ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 24-ാം വാർഡ് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട PK അബ്ദുൽ ഹക്കീം എന്ന ഞാൻ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 25-ാം വാർഡിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട
ശിഹാബ് മടയങ്ങാട് എന്ന ഞാൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 26-ാം വാർഡ് വാറങ്കോട് നിന്നും കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട അബ്ദുൽ സമദ് ഉലവാൻ എന്ന ഞാൻ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 27-ാം വാർഡിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട റസീന സഫീർ എന്ന ഞാൻ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 28-ാം വാർഡിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ഖദീജ മുസ്ലിയാരകത്ത് എന്ന ഞാൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 29-ാം വാർഡിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട CK നാജിയ ഷിഹാർ എന്ന ഞാൻ നിയമാനുസരണം മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മുജീബ് കാടേരി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 31-ാം വാർഡിൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട VK റിറ്റു എന്ന ഞാൻ മുനിസിപ്പൽ കൗൺസിലിലെ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 32-ാം വാർഡിൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ജസീല ഫജാസ് എന്ന ഞാൻ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 34-ാം വാർഡിൽ നിന്നും കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സജീർ കളപ്പാറൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 35-ാം വാർഡിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട മറിയമ്മ ഷെരീഫ് എന്ന ഞാൻ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 36-ാം വാർഡിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഷാഫി മോയിക്കൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കി മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ പാണക്കാട് 37-ാം വാർഡിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട EP സെൽമ ടീച്ചർ എന്ന ഞാൻ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 38-ാം വാർഡ് ഭൂദാനം കോളേജിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട KK ആയിഷ ബി ഉമ്മർ എന്ന ഞാൻ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട നൂറേങ്ങൽ സിദ്ദീഖ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടന മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലെ 40-ാം വാർഡിൽ നിന്നും കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട നാണത്ത് സമീറ മുസ്തഫ എന്ന ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ പരിപാടിക്ക് ശേഷം ആദ്യ കൗൺസിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ സത്യപ്രതിജ്ഞ ഫോറം ഒപ്പിട്ട് ഈ കൗണ്ടറിൽ ഏൽപ്പിക്കേണ്ടതാണെന്ന് അറിയിക്കുന്നു. കൗൺസിലിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഇനി ആശംസാ പ്രസംഗമാണ് നടക്കുന്നത്. ആദ്യമായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി മലപ്പുറം മണ്ഡലത്തിന്റെ ആദരണീയനായ MLA ശ്രീ ഉബൈദുള്ള സാറിനെ ക്ഷണിക്കുന്നു. മലപ്പുറം മുനിസിപ്പൽ കൗൺസിലിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട കൗൺസിൽ അംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വളരെ വേരോടും വാശിയോടും കൂടി നടക്കുകയാണ്. ജനങ്ങൾ ജനാധിപത്യത്തിൽ അവർക്ക് ലഭ്യമായ അവരുടെ ജനപ്രതിനിധികൾ തിരഞ്ഞെടുത്തേക്കാനുള്ള ഏറ്റവും വലിയ അവകാശം യഥാവിധി വിനിയോഗിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം നഗരസഭയുടെ 40 വാർഡുകളിൽ നിന്നും ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുണ്ട്. എല്ലാ ജനപ്രതിനിധികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവരും എല്ലാവരുടെയും ജനപ്രതിനിധികളാണ്. ഓരോ വാർഡിലെയും ജനങ്ങളെ മുഴുവൻ വിശ്വാസത്തിലെടുത്ത് ജനങ്ങൾ നമ്മിൽ അർപ്പിച്ച വിശ്വാസമനുസരിച്ച് ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ, നമ്മുടെ വാർഡിന്റെ വികസനത്തോടൊപ്പം മലപ്പുറം നഗരസഭയുടെ പൊതുവായ വികസനത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാനും
എല്ലാ കൗൺസിലർമാർക്കും സാധ്യമാവണം. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നമ്മുടെ നഗരത്തിലെ ജനങ്ങളുടെ ജനക്ഷേമകരമായ പദ്ധതികൾക്ക് രൂപം നൽകാൻ, അതോടൊപ്പം ജില്ലാ ആസ്ഥാന നഗരി എന്ന നിലയിൽ മലപ്പുറം ജില്ലയുടെ ആസ്ഥാന നഗരിയുടെ വികസനത്തിന് മറ്റു നഗരസഭകളുടെ വികസന പ്രവർത്തനങ്ങളെക്കാൾ പ്രാധാന്യമുണ്ട് എന്ന കാര്യം നമ്മൾ ഉൾക്കൊണ്ട് ഭാവനാസമ്പന്നമായ നിലയിൽ നമ്മുടെ നഗരത്തെ കൂടുതൽ മുന്നോട്ട് നയിക്കാൻ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മുനിസിപ്പൽ കൌൺസിൽ സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കൌൺസിലർമാർക്കും എല്ലാവരുടെ നന്മകൾ നേരുന്നു. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. 2 പതിറ്റാണ്ടുകാലം നമ്മുടെ നഗരത്തിന്റെ വികസന പ്രക്രിയയിൽ മാതൃകാപരമായ വികസന പരിപാടികൾ നടപ്പാക്കിയ നമ്മുടെ പ്രിയങ്കരിയായ മുൻ ചെയർപേഴ്സൺ ശ്രീമതി ജമീല ടീച്ചറെ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വേദിയിലുള്ള നമ്മുടെ 40 കൗൺസിലർമാർ, സദസ്സിലും ഉള്ള സഹോദരങ്ങളെ, പ്രേമുള്ള സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥര്, മലപ്പുറം നഗരസഭയിലെ MLA പറഞ്ഞ പോലെ തന്നെ നല്ല വീറോടെ ഒരു മത്സരം നടന്നു. നമ്മുടെ ജനപ്രതിനിധികൾ, അതോടൊപ്പം നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം വളരെ വലുതാണ്. നമ്മൾ ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ സെക്കൻഡും നമ്മളുടെ ജനങ്ങളുടെ പ്രതിനിധിയാണ്. ആ ജനങ്ങളുടെ മുന്നിലൂടെ നടക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഫലം അവർക്ക് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. അന്നയിൽ അബൂബ് സാഹിബിനെ ക്ഷണിക്കുന്നു. ഈ ഉപവിഭാഗ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരെ, ബഹുമാനപ്പെട്ട സെക്രട്ടറി, മറ്റു ഉദ്യോഗസ്ഥന്മാർ, നാട്ടുകാരെ, വളരെ വീരോടും ഭാഷയോടും കൂടി നടന്നെങ്കിലും യാതൊരു അനിഷ്ട സംഭവങ്ങളോ യാതൊരു പ്രയാസങ്ങളോ കൂടാതെ വളരെ സുഖകരമായി തെരഞ്ഞെടുപ്പ് നടത്താൻ സഹായിച്ച ഇവിടുത്തെ നാട്ടുകാർക്ക് ആദ്യമായിട്ട് അഭിനന്ദനം അർപ്പിക്കുകയാണ്. യാതൊരു പ്രയാസവുമില്ലാതെ സുഖകരമായി നടന്ന ഈ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ ഇനിയുള്ള വികസന പ്രവർത്തനങ്ങളിലും അതുപോലെ വളരെ സുഖകരമായും വളരെ സന്തോഷകരമായും 5 വർഷം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം മലപ്പുറത്ത് കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് പൊളിച്ചു നീക്കിയ നമ്മുടെ മാർക്കറ്റ് കെട്ടിടം അത് വളരെ പെട്ടെന്ന് പുനർനിർമ്മിച്ചുകൊണ്ട് അതിന്റെ 1 വർഷം കൊണ്ട്, എന്റെ അഭിപ്രായത്തിൽ പറയുന്ന 1 വർഷത്തിനുള്ളിലായിക്കൊണ്ട് ആ പുതിയ ബിൽഡിംഗ് അവിടെ ഉയരുവാൻ ആവശ്യമായ കാര്യങ്ങൾ പുതിയ കൗൺസിൽ ചെയ്യണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ അതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മേൽമുറി മലപ്പുറം പാണക്കാട് വില്ലേജുകളിലെ കുടിവെള്ള പ്രശ്നത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന തടയണ. അത് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ സാധിക്കുമ്പോൾ ഇന്ന് തന്നെ അതിന്റെ ഫയലുകളൊക്കെ നീക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് ആ തടയണ നിർമ്മാണം ആരംഭിക്കാനും ശ്രമിക്കണം. അതുപോലുള്ള ബഹുമാനപ്പെട്ട ഒബൈസ് സാഹിബ് പറഞ്ഞ പോലെ മറ്റു മുനിസിപ്പാലിറ്റികളും വ്യത്യസ്തമായി ജില്ലാ ആസ്ഥാനങ്ങളുള്ള മുനിസിപ്പാലിറ്റി എന്നുള്ളതിലേക്ക് എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും കേരളത്തിലെ ജനങ്ങൾ മലപ്പുറത്തെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറം എന്ത് ചെയ്യുന്നു എന്നുള്ളത്. ജമീല ടീച്ചറെ കാലത്ത് ഇവിടെ കുറെ വേസ്റ്റായി കുറെ പ്ലാസ്റ്റിക് കൊടുത്തിട്ടപ്പോൾ പലരും പറഞ്ഞു എന്തിനാ അവിടെ വേസ്റ്റ് കൊടുക്കുക, മലപ്പുറം മുനിസിപ്പാലിറ്റി വേസ്റ്റ് കൊടുത്തിട്ടുള്ള സ്ഥലമാണെന്ന് ചോദിച്ചിരുന്നു. എന്നാൽ ആ പ്ലാസ്റ്റിക് പൊടിച്ചുകൊണ്ട് വിറ്റപ്പോൾ അതൊരു വലിയ സംഭവമായി. അന്ന് ഇവിടുത്തെ കേരളത്തിലെ പല മന്ത്രിമാരും ഇപ്പോഴത്തെ പല മന്ത്രിമാരും പറഞ്ഞത് മലപ്പുറത്ത് പോയി നോക്കൂ, നിങ്ങൾ കാണണമെങ്കിൽ അവിടുത്തെ വികസനത്തിന്റെ രൂപം കാണണമെങ്കിൽ എന്നുള്ളത്. ഇതുപോലുള്ള വളരെ പ്രധാനപ്പെട്ട വികസനങ്ങൾ ചെയ്യുവാൻ ഇനിയും നമ്മളെ കൗൺസിലിന് സാധിക്കട്ടെ എന്ന് നമ്മുടെ എല്ലാ കൗൺസിലർമാർക്കും, രാഷ്ട്രീയ കക്ഷിയോ അല്ലെങ്കിൽ സംഘടനാപരമായ അഭിപ്രായവ്യത്യാസമൊന്നും ആ വികസനത്തിന്റെ കാര്യത്തിൽ ഇവിടെ ഇല്ല. ബഹുമാനപ്പെട്ട കഴിഞ്ഞകാല പ്രതിപക്ഷ നേതാവായിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ CPM-ന്റെ സുഹൃത്തൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വളരെ നല്ലതായ വികസന പ്രവർത്തനം നടത്തുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അതിന് സഹായിക്കുവാൻ നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ കൗൺസിലർമാർക്കും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും 2 തവണ ഈ നഗരസഭയുടെ വൈസ് ചെയർമാനായും അലങ്കരിച്ച് നിരവധി പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്ത ശ്രീ പെരുമ്പള്ളി സൈദാക്കയെ ആശംസാ പ്രസംഗം നടത്തുന്നതിന് ക്ഷണിക്കുന്നു. ശ്രീ ഉബൈദുള്ള സാഹിബ് അവരുടെ ബഹുമാനിയായ മുൻ നഗരസഭാ അധ്യക്ഷ ജമീല ടീച്ചറുകളെ, വേദിയിൽ വിശദമായി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരെ, സദസ്സിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാന്യരെ, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നഗരസഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട
കൗൺസിലർമാരെ അഭിനന്ദിക്കുക എന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. കണ്ട മാത്രത്തിൽ തന്നെ ഈ നഗരസഭയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കെൽപ്പും പ്രാപ്തിയും അറിവും ജ്ഞാനവുമുള്ള കൗൺസിലർമാരാണ് എല്ലാ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിരിക്കുന്നതെന്ന് നമുക്കറിയാം. അവർക്ക് ഈ നഗരസഭയുടെ കഴിഞ്ഞുപോയ കാലത്തെ പ്രവർത്തനങ്ങളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുവാനും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിന് പരിഹാരം കാണുവാനും അതിനായി ശക്തമായ പ്രവർത്തനം നടത്തി ഈ നഗരസഭയെ മറ്റു നഗരസഭകൾക്ക് മാതൃകയായി മാറ്റുവാനുമുള്ള കേൾക്കും തന്റെ അറിവും ബുദ്ധിയും കഴിവും ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടും ഈ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകർ വാശിയും വെറും നിറഞ്ഞ തിരഞ്ഞെടുപ്പിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറന്ന് ഏകോദര സഹോദരങ്ങളും പോലെ ഇനിയുള്ള നാളുകൾ നീങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടും സകലവിധ ആശംസകൾ നേർന്ന് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. CPIM നേതാവിനെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ, വേദിയിൽ ബഹുമാന്യായ MLA, അതോടൊപ്പം മുൻ ചെയർപേഴ്സൺ, വേദിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള മലപ്പുറത്തിന്റെ കൗൺസിലർമാർ, മറ്റു വിശിഷ്ട വ്യക്തികളെ, ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് പുതിയ മാറ്റത്തിനു വേണ്ടി, ഒരു മുന്നോട്ട് പോക്കിന് വേണ്ടി ഒരു 40 ആളുകൾ ഇന്നിവിടെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലാ ആസ്ഥാനം എന്ന രീതിയിലേക്ക് ആസ്ഥാന നഗരിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാൻ ഇവർക്ക് കഴിയട്ടെ. ഈ കൗൺസിൽ അതിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ മലപ്പുറത്തിന് വിശിഷ്യ കേരളത്തിന്റെ മാതൃകയാകുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം ഓരോ കൗൺസിലർമാർക്കും കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി പറയാനുള്ളത്. മുഴുവൻ ആളുകൾക്കും CPIMന്റെ മലപ്പുറം കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയും മലപ്പുറം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റുമായ ശ്രീ നൌഷാദ് മണീശ്ശേരിയെ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ആദരണീയരായ വേദിയിലെ ജനപ്രതിനിധികളെ, സ്നേഹമുള്ള സഹോദരങ്ങൾ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു ചടങ്ങിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. മലപ്പുറം ചരിത്ര നഗരിയാണ്. ലോകോത്തരമായ മലപ്പുറം മാതൃകകളുണ്ട്. ലോകത്തിലെ ആദ്യത്തെ IT സാക്ഷരതാ ജില്ലയായ മലപ്പുറത്തിന്റെ ആസ്ഥാന നഗരമാണ് നമ്മുടെ. ഈ മലപ്പുറം മാതൃക തുടരാൻ കഴിയുന്ന നല്ലൊരു ടീം. സത്യപ്രതിജ്ഞ ഓരോരുത്തരെയായി വിളിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണ്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നല്ല 40 ആളുകൾ എന്നത് അത് നല്ലൊരു നമ്പറാണ്. വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഈ ടീമിന് കഴിയും. പ്രിയപ്പെട്ട എന്റെ നേതാവ് ഉബൈദുള്ള സാഹിബ് സൂചിപ്പിച്ചതുപോലെ നഗരസഭകളിലും പഞ്ചായത്തിലൊന്നും ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല. മുനിസിപ്പൽ കൗൺസിലാണ്, ഭരണ കൗൺസിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ ഇത് നിയമം നിർമ്മിക്കാനുള്ള വേദിയല്ലല്ലോ. മലപ്പുറം നഗരസഭയ്ക്ക് നിയമം നിർമ്മിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന വികസന സമിതിയാണ്. ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് ലോകോത്തരമായ മാതൃകകൾ ഉണ്ടാക്കാൻ ഈ പുതിയ ടീമിന് കഴിയും. എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അറിയിക്കുന്നു. ജയ് ഹിന്ദ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ ഉപ്പുടൻ ഷൗക്കത്തിനെ ആശംസ അറിയിക്കുന്നതിനോട് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട MLA, മറ്റു കൗൺസിലർമാരെ, നാട്ടുകാരെ, മലപ്പുറം നഗരസഭയുടെ പുതിയ പ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ ആശംസ ആദ്യമായി അറിയിക്കുകയാണ്. മലപ്പുറം നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ കഴിഞ്ഞ കാലങ്ങളിൽ ജമീൽ ടീച്ചറും മുൻ വൈസ് ചെയർമാൻ പെരുമ്പള്ളി സേതാക്ക അടക്കമുള്ള ആളുകൾ തുടങ്ങിവെച്ച, അതിന്റെ മുൻഗാമികളൊക്കെ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ അത് പൂർത്തീകരിക്കുവാനും അതിനൊപ്പം പുതിയ ആശയങ്ങൾ കണ്ടെത്തി നടപ്പിലാക്കുവാനും
ഈ കൗൺസിലിനും ഇനി അധികാരമേൽക്കുന്ന പുതിയ ഭരണസമിതിക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അതോടൊപ്പം ഞാൻ പറയാനുള്ളൊക്കെ അബുവൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വേറെ മാർഗം എന്തെങ്കിലും ഒന്നും പറയണ്ടേ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ഫുട്ബോളിന്റെ മെക്ക എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മുടെ മുമ്പിൽ എത്രയോ കാലങ്ങളായി അടച്ചുപൂട്ടിയിട്ട ഒരു ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ട് ഇപ്പോൾ വെറും ഒരു പുൽമൈതാനം മാത്രമാണ്. അത് തുറക്കാൻ ആവശ്യമായ നടപടി, ശക്തമായ നടപടി, ഇച്ഛാശക്തിയോടുകൂടി ഈ നഗരസഭാ കൗൺസിൽ തീരുമാനമെടുക്കണം. അതല്ലെങ്കിൽ ആ മാർക്കറ്റ് ഇങ്ങോട്ട് വികസിപ്പിച്ച ആ ഗ്രൗണ്ട് കൂടി മാർക്കറ്റാക്കി മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ദയവ് ചെയ്ത് ആ കാര്യത്തിൽ ബഹുമാനായ MLA അതുപോലെ തന്നെ ഭരണ പ്രതിപക്ഷ കക്ഷി ആർക്കും അതിനകത്ത് അഭിപ്രായത്യാസമൊന്നുമില്ല. കാരണം ഇതിങ്ങനെ അടച്ചിട്ടില്ല. നമ്മുടെ കുട്ടികളിലൊക്കെ 1000, 10,000 ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ ഈ ടർഫ് ഗ്രൗണ്ടുകളിൽ നമ്മുടെ കുട്ടികളുടെ ഫുട്ബോളും മറ്റുള്ളതൊക്കെ കഴിഞ്ഞു പോവാണ്. ഒരു നല്ല ഭാവി വാഗ്ദാനം പോലും ഈ സമീപകാലത്ത് മലപ്പുറത്ത് ഉണ്ടായിട്ടില്ല. അത് നമുക്കൊരു അപമാനമാണ്. അടിയന്തരമായി ആ ഗ്രൗണ്ട് തുറക്കാനുള്ള ഒരു നടപടി ഇനി വരുന്ന 28-ാം തീയതിയാണ് പുതിയ ഭരണസമിതി അധികാരമേൽക്കുക. ആ സമിതിയുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് താഴ്മയോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പുതിയ ടീമിന്, നല്ല ടീമാണ്, മലപ്പുറത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് കഴിവ് തെളിയിച്ച ഒരുപാട് ആളുകളാണ് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇവിടെ ഇരിക്കുന്നത്. ഈ ഈ കൗൺസിലിന് തിളങ്ങാൻ സാധിക്കട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. CPIയുടെ നേതാവ് അഡ്വക്കേറ്റ് മുസ്തഫ കൂത്രാടിനെ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട MLA, മറ്റു ബഹുമാനരായ വ്യക്തികളെ, തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, മലപ്പുറം നഗരസഭ 1970 തുടങ്ങിയത്. 50 വർഷം കഴിഞ്ഞു. അടുത്ത 50 വർഷം കഴിഞ്ഞ ഒരു പുതിയ ഭരണസാരഥികളാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇവരോട് നമുക്ക് കൂടുതലും പറയാനില്ല. എന്തായാലും മലപ്പുറം നഗരസഭയുടെ കുടിവെള്ള പ്രശ്നം ലീഗിന്റെ അവർ പറഞ്ഞ പോലെ തന്നെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി ത്വരിതഗതിയിൽ ഇവർ സ്വീകരിക്കണം എന്നൊരു അഭ്യർത്ഥന നമ്മൾക്കുള്ളത്. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. പുതിയ തെരഞ്ഞെടുത്ത കൗൺസിലർമാർക്ക് സന്തോഷത്തോടു കൂടി, ഒരുമയോടുകൂടി പ്രവർത്തിക്കാനും അടുത്ത 5 വർഷം ഈ നഗരസഭയുടെ വികസനത്തിന് വേണ്ടി ഒരു ഐക്യത്തോടെ പ്രവർത്തിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് CPIയുടെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചു ഞാൻ ഏകോപന സമിതിയുടെ നേതാവ് ശ്രീ പരി ഉസ്മാൻ അവരെ ക്ഷണിക്കുന്നു. ഒന്ന് ആശംസ അറിയിക്കാം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ MLA ഉബൈദുള്ള സാഹിബ്, അതുപോലെ തന്നെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 40 വാർഡിലെയും കൗൺസിലർമാർ, നമ്മുടെ നഗരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നേരത്തെ അബോക്കും ഷൗക്കത്തൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. ഇതുവരെ തന്നെയാണ് ഇവിടെയുള്ള വ്യാപാരികൾക്കും പറയാനുള്ളത്. നമ്മുടെ സമുച്ചയം പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് കഴിഞ്ഞ കൗൺസിൽ ആ കർത്തവ്യം നിർവഹിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന്റെ പുനർനിർമ്മാണവും വളരെ ഭംഗിയായി നിർവഹിക്കണമെന്ന് ഈ പുതിയ കൗൺസിലിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ഷൗക്കത്തോടെ സൂചിപ്പിച്ച ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ കാര്യം, നിരവധി സമരങ്ങളും കോലാഹലങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. കക്ഷി ഭേദമന്യേ വ്യത്യാസമില്ലാതെ മലപ്പുറത്തെ സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള ഈ ഫുട്ബോൾ ഗ്രൗണ്ട് തുറക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിക്കണം. ഈ കൗൺസിൽ അതിനുവേണ്ടി എല്ലാ പരിശ്രമങ്ങളും നടത്തട്ടെ. അതിനുള്ള കഴിവും പ്രാപ്തിയും അവർക്കുണ്ടാവട്ടെ. മറ്റ് വികസന കാര്യങ്ങളിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാഗത്തു നിന്നും എല്ലാവിധ സപ്പോർട്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാ പുതിയ കൗൺസിലർമാർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ജയിക്കും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ നഗരത്തിൽ ക്വാറന്റൈനിലിരിക്കുന്നവരും അല്ലാത്തവരുമായ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഭക്ഷണം നൽകി നമ്മെ ഏറെ സഹായിച്ച ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ മുനിസിപ്പൽ സെക്രട്ടറി ശ്രീ മാനുവിനെ ആശംസ അറിയിക്കുന്നതിനോട് ക്ഷണിക്കുന്നു. വേദിയിലും സരസിലുമുള്ള എല്ലാവർക്കും ഇതിന് മുന്നേയും പല പ്രാവശ്യമായിട്ടും ഞങ്ങൾക്ക് വരെ ഒരു ആവശ്യമാണ് സാധാരണ ഉണ്ടാവാറ്, മാലിന്യ പ്രശ്നം. അപ്പോൾ ഈ വന്ന പുതിയ കൗൺസിലേഴ്സ് ഞങ്ങളുടെ ആ മാലിന്യ പ്രശ്നം പരിഹരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. എല്ലാ കൗൺസിലേഴ്സിനും, പുതിയതിൽ വന്ന എല്ലാവർക്കും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, മലപ്പുറം മുനിസിപ്പൽ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഈ ധന്യമായ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നഗരസഭയിലെ സൂപ്രണ്ട് ശ്രീ രാജൻ പത്തൂരിനെ ക്ഷണിക്കുന്നു.